അപ്പോ പ്രിയങ്ക ചൂണ്ടിക്കാണിച്ചു കൊടുക്കട്ടെ, ആറ്റോശ്ശേരി സുകുമാരി അമ്മേ. അതല്ലേ അന്തസ്. അതെ, കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. ഒരു ചെറിയ സഹായം ചെയ്തെന്നുള്ളത് സത്യം എന്ന് കരുതി പറയുന്നതെല്ലാം കേട്ട് നിൽക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. വേണ്ട, നിങ്ങൾ പോയിക്കോ. അങ്ങനെ വെറുതെ പോവൊന്നും വേണ്ട. ഇത് കുറച്ച് വെച്ചോ. എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? കാശ്, നീ ഞങ്ങളെ സഹായിച്ചതിന്. ഇത് കയ്യിൽ വെച്ചോ. പിന്നെ ഒരു സ്ഥലത്ത് നടന്ന് കണക്ക് പറയില്ലല്ലോ. ഈ കാശ് എന്തായാലും മുത്തശ്ശിയുടെ കയ്യിലിരിക്കട്ടെ. ഡോക്ടർക്ക് കൊടുത്തതടക്കം ഒരു പൈസ പോലും എനിക്ക് തിരിച്ചു തരണ്ട. എന്റെ കയ്യിലിരുന്ന പൈസ ഞാൻ ആ പൊതിച്ചോറ് വിറ്റുണ്ടാക്കിയതാ. അത് സത്യമുള്ള പണം. അതുകൊണ്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദോഷം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ എനിക്ക് നീട്ടുന്ന പണം ഉണ്ടല്ലോ, ഇത് ചതിച്ച കാശ്. വരുണിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത കാശ്. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയൊക്കെ ചെയ്യാൻ മുത്തശ്ശി. ആദ്യം സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു 10 രൂപയെങ്കിലും കയ്യിൽ വന്നിരിക്കട്ടെ. അതിനു മുൻപ് നിങ്ങൾ എന്ത് കാണിച്ചാലും അത് അനാവശ്യമാണ്, അഹങ്കാരമാണ്. പ്രിയേ, നീ സൂക്ഷിച്ചു. കുറെ നാള് കഴിയുമ്പോ നിനക്ക് മനസ്സ് തിരുത്താൻ തോന്നുന്നൊരു സമയമുണ്ടാവും. ഈ മുത്തശ്ശിയുടെ വാക്കും കേട്ടാണ് നടക്കുന്നെങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരും ആ സമയത്തിനകം നിന്നെ വെറുത്തിട്ടുണ്ടാവും. പോട്ടെടി. ഇവളെന്താടി ഇങ്ങനെ? ഇപ്പൊ വലിയ പുലിക്കുട്ടിയാണല്ലോ. ഇവളിങ്ങനെ പോയാ അത് അപകടമാണല്ലോ മോളെ. മുത്തശ്ശി, എനിക്ക് കൈ കുറെ നേരം ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോണം നമുക്ക്. വാ, നമുക്ക് വണ്ടി വല്ലതും കിട്ടുമോ നോക്കാം. വാ പോ. ഏയ് സാറാ, ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്നൊരു പോക്ക്? കണിമംഗലത്ത് സ്ഥിരമായി താമസിച്ചൂടെ തനിക്ക്? അങ്ങനെയൊക്കെ താമസിക്കാനായോ? എനിക്കറിയില്ല. ആയിന്ന് സാറയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ മാറ്റമില്ല. വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിക്കാനുണ്ടാവില്ലേ? കുറച്ച് കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. ഓ സോറി, ഇങ്ങനെ തരൂ. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. നോ, ചന്ദ്രശേഖരൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഏയ് നോ സാറാ, താൻ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലുക്ക് ചന്ദ്രശേഖർ, ഞാനിപ്പോ ഈ റൂമിലിരുന്നിട്ട് ചന്ദ്രശേഖരൻ വെള്ളം എടുക്കാൻ ഇവിടുത്തെ അടുക്കളയിലേക്ക് ചെന്നാലേ അവരെന്തായിരിക്കും സംസാരിക്കുക? ചന്ദ്രശേഖരൻ എന്റെ അടിമയെ പോലെയാണെന്നും എനിക്ക് വേണ്ടി ഏത് ലെവൽ വരെ താഴൂന്നുമല്ലേ? പക്ഷെ മറിച്ചാണെങ്കിലോ, ചന്ദ്രശേഖരന് വെള്ളം എടുക്കാൻ ഞാൻ അടുക്കളയിലേക്ക് പോയാലോ അവരെന്തായിരിക്കും പറയാ? സാറയെ പോലൊരുത്തിയെ അനുസരിപ്പിക്കാൻ ചന്ദ്രശേഖരന് സാധിക്കുന്നുണ്ടെന്ന്. ഏതിലാ ചന്ദ്രശേഖരന്റെ വില? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനൊരു വില കിട്ടാനല്ലേ ഞാൻ നോക്കൂ. സമ്മതിച്ചു. എത്രയോ വർഷം എൻ്റെ കൂടെ എടുത്ത് ജീവിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇത്രയും പ്രാക്ടിക്കലായ ഒരു ആൻസർ അതിൻ്റെ ഭാഗത്ത് ഞാൻ കേട്ടിട്ടില്ല. താങ്ക് യു സാറ, താങ്ക് യു വെരി മച്ച്. ചന്ദ്രു അവിടെ ഇരിക്കെ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം.
ഇരിക്കേ. അയ്യോ, സാറാ, അയ്യോ, എന്തു പറ്റി? എന്തു പറ്റി? അയ്യോ, രക്തം പൊടിയുന്നല്ലോ. എന്തു പറ്റി? സാറാ, ചന്ദ്രു, എന്നെ ആരോ തള്ളി വീഴ്ത്തിയതാ. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആര്? എന്നെ തള്ളി വീഴ്ത്തിയതാ. അവിടെ നോക്കാമേ.